എൻ്റെ ഭർത്താവ് മരിച്ചെങ്കിലും എൻ്റെ കൂട്ടത്തിൽ തന്നെ ഉണ്ട്. മൂന്ന് പിരിച്ചരുടെ വേഗത്തിൽ അറ്റുപോകത്തില്ല. ജനക്കൂട്ടത്തെ കണ്ട് മനസ്സലിഞ്ഞതുപോലെ ഉമ്മൻചാണ്ടി ജനത്തോടുള്ള വലിയ സാമൂഹ്യ പ്രതിബദ്ധതയുള്ള ഒരാളാണ്. ഉമ്മൻചാണ്ടി ചെയ്ത എല്ലാ നല്ല കാര്യങ്ങൾക്കും ഞങ്ങളുടെ ഫുൾ കുടുംബത്തിൻ്റെ സപ്പോർട്ടുണ്ടായിരുന്നു. എം എൽ എ അതല്ല വിഷയം. ഉമ്മൻചാണ്ടി വ്യക്തിയുടെ മാഹാത്മ്യം, സ്വഭാവ മഹിമ ചാണ്ടിമോനും ഉൾക്കൊള്ളാൻ പറ്റി. ചാണ്ടിമോൻ്റെ രാഷ്ട്രീയമൊന്നുമല്ല എനിക്കിപ്പോൾ. എൻ്റെ ഭർത്താവ് മരിച്ചെങ്കിലും എൻ്റെ കൂട്ടത്തിൽ തന്നെ ഉണ്ട്. മൂന്ന് പിരിച്ചരുടെ വേഗത്തിൽ അറ്റുപോകത്തില്ല. മൂന്ന് പിരിച്ചരടെന്ന് വെച്ചാൽ ഭർത്താവും ഭാര്യയും കർത്താവുമാണ്, അല്ലെങ്കിൽ ഭർത്താവും ഭാര്യയും ദൈവവും. അപ്പം ദൈവം ഇത്തിരി മരണമുണ്ടോ? അപ്പോൾ ഭർത്താവും ഭാര്യയും ആരുമായിട്ട് യോജിക്കപ്പെട്ടിരിക്കുന്നു? ദൈവമായിട്ട്. അപ്പോൾ ഭർത്താവിന് അവിടെ ആ ലോകത്ത് ജീവിക്കും, ഞാൻ ഈ ലോകത്ത് ജീവിക്കും. രണ്ടുപേരും ദൈവത്തിലാണ്. ആ ഒരു ശക്തിയാണ് എനിക്ക് ഊർജ്ജം തരുന്ന. ഉമ്മൻചാണ്ടി എൻ്റെ കൂട്ടത്തിലുണ്ട്. അല്ലാന്നുള്ള നിമിഷം വിചാരിച്ചാൽ ഞാൻ തടഞ്ഞു. എപ്പോഴും ഉണ്ടെന്ന് വിശ്വസിക്കും. അല്ലാത്ത നിമിഷങ്ങൾ വരുന്നുണ്ട്. പക്ഷെ അപ്പം ഞാൻ മനപ്രയാസം അടിച്ച് കിടക്കുകയും ചെയ്യും. പിന്നെ അതിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റ് വരണമെങ്കിൽ ഈ ഒരു ചിന്ത ഉള്ളിലോട്ട് അതിശക്തമായിട്ട് വരണം. പിന്നെ അതിനെക്കാട്ടി ആൾക്കൂട്ടം, യാത്ര ഒക്കെ എനിക്ക് ആൾക്കൂട്ടത്തിലോട്ടാണല്ലോ എന്നെ വിവാഹം കഴിച്ചു കൊണ്ടുവന്നത്. മന്ത്രിയായിരിക്കുമ്പോൾ ഉമ്മൻചാണ്ടി എന്ന രാഷ്ട്രീയക്കാരൻ. അതെനിക്ക് കൂടുതലായിട്ട് അത്ഭുതപ്പെടുന്ന പുള്ളിയുടെ കുഞ്ഞിൻ്റെ യാത്രയോ വിലാപയാത്രയോ ആൾക്കാരെല്ലാം പിന്നെ വന്നത് ഒരു റെക്കോർഡാണ്. പിന്നെ കലരുടെ ഒഴുക്കിൻ്റെ റെക്കോർഡാണ്. പക്ഷെ അതൊന്നുമല്ല എനിക്ക് ഒരുപാട് അതിനെക്കാട്ടി അത്ഭുതമായിട്ട് എനിക്ക് തോന്നിയത്, ഒരു വർഷമായിട്ടും കണ്ണീര് തോന്നിയിട്ടില്ല ആൾക്കാർ. സാധാരണക്കാരുടെ ഉമ്മൻചാണ്ടിയുടെ രക്തബന്ധമില്ലാത്തവരെ കണ്ണീര് നീര് ഞാൻ ഒരുപാട് ഇന്നും കണ്ടു. അതും ജാതി മതം ഉമ്മൻചാണ്ടി ഇല്ല, ഉമ്മൻചാണ്ടിയുടെ ഭാര്യയ്ക്കും ഇല്ല, മക്കൾക്കും ഇല്ല. ജാതി മതം രാഷ്ട്രീയം ഒന്നുമില്ല. ഹ്യൂമൻ ബീങ്, മനുഷ്യത്വം, അതുമാത്രം ഞങ്ങൾക്കുള്ളൂ. ആ കുടുംബത്തിന് മാത്രം. അത് തന്നെ ഉമ്മൻചാണ്ടി ചെയ്ത എല്ലാ നല്ല കാര്യങ്ങൾക്കും ഞങ്ങളുടെ ഫുൾ കുടുംബത്തിൻ്റെ സപ്പോർട്ടുണ്ടായിരുന്നു. അത് മനസ്സിലാവുന്നുണ്ടല്ലേ? ആ ഫീലിംഗ് ഉണ്ട്, ആ എനർജി ഉണ്ട് ഇവിടെ. ഉമ്മൻചാണ്ടി തന്നെയാണ് സഹായിക്കുക, നന്മ ചെയ്യുക, പാവങ്ങളെ ബഹുമാനത്തോടെ പെരുമാറുക. അങ്ങനെയൊക്കെ ഒന്നും ഞങ്ങളോട് അങ്ങനെ ചെയ്യ് ഇങ്ങനെ ചെയ്യ് ഒന്നും പറഞ്ഞ് പഠിപ്പിച്ചിട്ടില്ല. പക്ഷേ അത് നിശബ്ദമായിട്ട് അതിശക്തമായ ഭാഷയിൽ ഞങ്ങളെ രൂപാന്തരപ്പെടുത്തി എടുത്തു എന്നുള്ളതാണ് അതിൻ്റെ സത്യം. അത് എന്നെ മാത്രമല്ല, എൻ്റെ പിള്ളേരെ, കൊച്ചുമക്കളെ വരെ അത് ഇൻഫ്ലുവൻസ് ചെയ്തു അല്ലേ? അത് എനിക്കൊരു ഉമ്മൻചാണ്ടിയെ അത്രയോ അതിനപ്പുറമായിട്ട് ചാണ്ടിമോന് ചെയ്യാൻ പറ്റുന്നുണ്ട്. എം എൽ എ അതല്ല വിഷയം. ഉമ്മൻചാണ്ടി വ്യക്തിയുടെ മാഹാത്മ്യം, സ്വഭാവ മഹിമ ചാണ്ടിമോനും ഉൾക്കൊള്ളാൻ പറ്റി. അതെനിക്ക് വലിയൊരു ആശ്വാസം അല്ലേ? ആ ദുഃഖത്തിനിടയിൽ കുഞ്ഞിനെ പോലെ തന്നെയാണ്. അതിനെക്കാട്ടും ഒരുപടി കുഞ്ഞ് നടന്ന ചാണ്ടിമോൻ ഓടി. ഇനി എനിക്ക് ഉമ്മൻചാണ്ടി തീരുന്നില്ല, ചാണ്ടിയുമ്മിൽ അത് നിവർത്തിക്കപ്പെടുമെന്ന് തന്നെ ഞാൻ വിശ്വസിച്ചു. അവനെന്തായാലും ഇല്ലെങ്കിലും ആ സ്വഭാവം ഒരിക്കലും വിടത്തില്ല. മറ്റേ പെൺപിള്ളേരും വിടത്തില്ല, കൊച്ചുമക്കളും. അത് ഉമ്മൻചാണ്ടിക്കും എനിക്കും ദൈവം തന്ന ഒരു അനുഗ്രഹം. ഭയങ്കര ആശ്വാസമാണ് അത്. ഉമ്മൻചാണ്ടി ഈ 53 വർഷം കൊണ്ട് നേടിയതാണ് ഇത്. ചാണ്ടിയുമ്മൻ വെറും MLA പ്രായം ഒരു വർഷം താഴെയേ ഉള്ളൂ.
ആദ്യം 51 വീട്, അത് ഒരുപാട് പേരെ സഹായിക്കുക, 14 ജില്ലയിലെ ആൾക്കാരെ സഹായിക്കുക, വിവിധ പരിപാടികൾ ചെയ്യും. ഇന്ന് കഴിഞ്ഞ എനിക്ക് 8 മാസം കൊണ്ട് ടർഫ് തറക്കല്ലിട്ടത് ഞാനാണ്. പക്ഷെ ഇന്ന് അതിനകത്ത് കളി നടക്കുക. അതാ. അപ്പം ഉമ്മൻചാണ്ടി 53 വർഷം തികയ്ക്കാറായപ്പോഴാണ് കഴക്കൂട്ടം ഇൻ്റർനാഷണൽ സ്റ്റേഡിയം, ലോകോത്തരമായിട്ടുള്ള കളികൾ നടക്കുന്ന സ്റ്റേഡിയം, ഏറ്റവും കൂടുതൽ ഇന്ത്യയിൽ തന്നെ ഏറ്റവും ഇൻ്റർനാഷണൽ കളിക്കാൻ പറ്റുന്ന ഒരു സ്റ്റേഡിയം പണിത് ഉമ്മൻചാണ്ടി. പക്ഷെ 50 വർഷം കൊണ്ടായിട്ടാണ്, അത് 45. പക്ഷെ ചാണ്ടി ഉമ്മൻ 10 മാസം പ്രായപ്പോൾ തന്നെ ഇങ്ങനെ ടർഫ് തുടങ്ങി കഴിഞ്ഞു, അത് പൂർത്തീകരിക്കും. ഇനിയും വേറെ ടർഫുകളുണ്ട്. ഒരുപാട് സ്വപ്നങ്ങൾ ഉമ്മൻചാണ്ടി കണ്ടതിൻ്റെ ഇരട്ടി സ്വപ്നങ്ങൾ ചാണ്ടി ഉമ്മനുണ്ട്. പിന്നെ അത് ഉമ്മൻചാണ്ടിയുടെ ഹാർഡ് വർക്കിംഗ് നേച്ചർ, മീഡിയ അറ്റൻഷന് വേണ്ട, അതാണ് ഏറ്റവും വലിയ ഇന്നത്തെ കാലം ഞാൻ കാണുന്നത് ചെറുപ്പക്കാരിലെ. ഉമ്മൻചാണ്ടി ഉമ്മന് മീഡിയ അറ്റൻഷൻ വേണ്ട. ഉമ്മൻചാണ്ടിക്ക് വേണമായിരുന്നോ? അത് തന്നെ മോൻ ഉമ്മൻചാണ്ടി കണ്ണാടി ഒരു പ്രാവശ്യം കണ്ണാടി നോക്കാതെ ഇവിടെ ഒരു പ്രാവശ്യം ഇങ്ങനെ മുടി ചെയ്യും, കണ്ണാടി നോക്കത്തില്ല ഉമ്മൻചാണ്ടി. ചാണ്ടി കണ്ണാടിയൊക്കെ നോക്കും, മുടി ചെയ്യത്തില്ല. അപ്പോൾ അങ്ങനെ ഉമ്മൻചാണ്ടി വേഗത്തിൽ നടന്നു, ചാണ്ടിവൻ ഓടുന്നു. ഉമ്മൻചാണ്ടി ചെരുപ്പിട്ട് ഓടിപ്പോകുന്നു, നടന്നു പോകുന്നു, ചാണ്ടിവൻ ചെരുപ്പില്ലാതെ ഓടുന്നു. അപ്പോൾ അതൊക്കെ ഒരു പടിയും കൂടെ മുമ്പോട്ട് പോയിട്ടില്ലേ. പിന്നെ എനിക്ക് ഏറ്റവും അത് ഈയിടെയാണ് ഞാനൊരു ഒരു സ്റ്റാച്ചു കൊണ്ടുവന്നപ്പോൾ അതിൻ്റെ എന്ത് അതിൻ്റെ അവരുടെ കണ്ണൂരുകാരൻ അങ്ങോട്ട് വന്ന് പോയി. ഞാനതുവരെ ചാണ്ടിമോൻ്റെ ഈ ഒരു റെൻറ്റഡ് ഹൗസ് ഉണ്ടല്ലോ, അപ്പോൾ ചാണ്ടിമോൻ്റെ പ്രവർത്തന രീതിയോ അതൊന്നും ഞാൻ ഇതുവരെ ഞാൻ കണ്ടിട്ടില്ല, പോയിട്ടുമില്ല വീട്ടിൽ. ഞാൻ അന്ന് ചെന്നപ്പോഴത്തേക്ക് ഞാനൊക്കെ ഞെട്ടിപ്പോയി. ചോദിച്ചാൽ കുഞ്ഞിൻ്റെ നടുക്കാണോ നിൽക്കുന്നത്? അത് കുഞ്ഞിനെ പോലെ ചുറ്റും ആൾക്കാർ ചാണ്ടിമോൻ, അവർ വെള്ള ഷർട്ടും വെള്ളമുണ്ടൊക്കെ ഇട്ട്. അപ്പോൾ ഒരു ഉമ്മൻചാണ്ടി പെട്ടെന്നൊരു ഫീൽ എനിക്ക് വന്നു. എനിക്കൊത്തിരി ആശ്വാസം തന്നു. എല്ലാം ദൈവമല്ലേ തീരുമാനിക്കുന്നത്. കഴിവ് തരുന്നതും കഴിവ് കേട് തരുന്നതും കാഴ്ചപ്പാട് തരുന്നതും എല്ലാം ദൈവമല്ലേ. ഉമ്മൻചാണ്ടി ജീവിച്ചത് ഉമ്മൻചാണ്ടിയേക്കാൾ ശക്തനായിട്ടല്ലേ. എല്ലാവർക്കും ഒരു പാഠം. ഉമ്മൻചാണ്ടി ജീവിച്ചിരുന്ന് പറയുമായിരുന്നു, ഞാനൊരു തുറന്ന പുസ്തകമാണ്, ജനങ്ങളാണ് ഒരു പുസ്തകമെന്നും പറഞ്ഞു. അത് തന്നെ അതുപോലെ സത്യം മാത്രം പറയും, ആ പറഞ്ഞ സത്യമാക്കുകയും ചെയ്തു ഉമ്മൻചാണ്ടി. അതുപോലെ തന്നെ